കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ വി.എം. സുധീരനെതിരെ പരാതി പ്രവാഹം. സുധീരൻ സ്ഥാനാർത്ഥി പട്ടിക ചോർത്തിയെന്ന് AI ഗ്രൂപ്പുകളുടെ ആരോപണം. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജീവൻ കുമാർ ചേരുകയാണ്. ജീവൻ, നേരത്തെ തന്നെ KC ജോസഫിന്റെ വസതിയിൽ അടുത്തിടെ എല്ലാ ഗ്രൂപ്പുകളും ചേർന്ന് സുധീരനെതിരെ നീക്കമുണ്ടായിരുന്നു. വളരെ നിർണായകമായ ഒരു നീക്കമാണ്. സ്ഥാനാർത്ഥി പട്ടിക KPCC പ്രസിഡന്റ് ചോർത്തിയെന്നാണ് ഹൈക്കമാൻഡിനോട് ഇപ്പോൾ AI ഗ്രൂപ്പിന്റെ പരാതി. എന്തൊക്കെ വിശദാംശങ്ങൾ? അജിംഷാദ്, ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാകുന്നു എന്നതിൻ്റെ എല്ലാ സൂചനകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സമാനമായ സംഭവങ്ങൾ പല ഘട്ടത്തിലും ഇതിനു മുമ്പും കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഒരുപക്ഷെ ഒരു PCC അധ്യക്ഷനെതിരെ AI ഗ്രൂപ്പുകൾ സംയുക്തമായി രംഗത്ത് വരുന്നത് കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം ഇത് ആദ്യമായിട്ടാണ്. പ്രധാനമായും AI ഗ്രൂപ്പുകൾ ഈ കാര്യത്തിൽ ഉന്നയിക്കുന്നൊരു പ്രധാനപ്പെട്ട ആക്ഷേപം വളരെ സാധാരണഗതിയിൽ നടന്നു പോവേണ്ടിയിരുന്ന ഒരു സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ വി.എം. സുധീരൻ്റെ അമിതമായ ഇടപെടലോടുകൂടി കലുഷിതമായിരിക്കുന്നു എന്നതാണ് അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആക്ഷേപങ്ങളിലൊന്ന്. പല മണ്ഡലങ്ങളിലും വിജയസാധ്യതയുള്ള പേരുകൾക്കൊപ്പം വി.എം. സുധീരൻ ഏകപക്ഷീയമായി വി.എം. സുധീരൻ ചില പേരുകൾ കൂടി വെട്ടിക്കയറ്റുന്നു എന്നതാണ് മറ്റൊരാക്ഷേപം. അതുകൂടാതെ വളരെ ഗുരുതരമായ ഒരു ആക്ഷേപം വി.എം. സുധീരനെതിരെ അവർ ഉന്നയിക്കുന്നത് സ്ഥാനാർത്ഥി പട്ടിക മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയിരിക്കുന്നു എന്നതാണ്. കാരണം ഇത് സംബന്ധിച്ച് ഇന്നലെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നപ്പോൾ പരസ്യമായി വരാത്ത ചില പേരുകൾ ഇന്ന് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് വി.എം. സുധീരനാണ് ഈ പട്ടിക ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകിയത് എന്നാണ് പ്രധാനമായും ഗ്രൂപ്പ് നേതാക്കന്മാർ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം. ഇത് കൂടാതെ വി.എം. സുധീരൻ്റെ ഇടപെടൽ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ മുമ്പെങ്കുമില്ലാത്ത വിധത്തിൽ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നതാണ് ഗ്രൂപ്പ് ഭേദമന്യേ ഇപ്പോൾ ഹൈക്കമാൻഡിന് പരാതിയുടെ പ്രവാഹമായി AI ഗ്രൂപ്പുകൾ ഇപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ പരാതിയായി പറഞ്ഞിരിക്കുന്നൊരു കാര്യം. അതായത് ജീവൻ, KPCC പ്രസിഡന്റ് ബോധപൂർവം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻ വർദ്ധിപ്പിക്കുന്നു. AI ഗ്രൂപ്പുകളെ വെട്ടി തൻ്റെ സ്വാധീനം പാർട്ടിയിൽ വളർത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിലും ഉപയോഗിക്കുന്നു. ഇതാണ് പ്രധാനമായ പരാതി. അതിന് അവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം വിജയസാധ്യതയുള്ള ഒരു ലിസ്റ്റിൽ തന്നെ നിരവധി പേരുകൾ നൽകുന്നു എന്നത് അടക്കമാണ്. ജീവൻ, അജിംഷാദ്, ഇന്നലെ KPCC പ്രസിഡന്റ് ഭാഗത്തു നിന്നും ഒരു നാടകീയമായ നീക്കം ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു. കാരണം എ ഗ്രൂപ്പ് തികച്ചും മിലിറ്റൻ്റായ ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ആ ഗ്രൂപ്പിൽ അംഗമായിരുന്ന വ്യക്തി കൂടിയായിരുന്നു സുധീരൻ. ആ ഗ്രൂപ്പിലെ നിർണായകമായ പല രാഷ്ട്രീയ നീക്കങ്ങൾക്കും ചുക്കാൻ പിടിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിലെ അന്തർധാരകൾ എത്രത്തോളം സജീവമാണെന്ന് വളരെ കൃത്യമായി അറിയാവുന്നൊരു വ്യക്തി കൂടിയാണ് സുധീരൻ ഇന്നലെ നടത്തിയ ഒരു നീക്കമാണ് എ ഗ്രൂപ്പിനെ അന്താളിപ്പിൽ ആഴ്ത്തിയത്. കാരണം തൃക്കാക്കര മണ്ഡലം, അത് ബെന്നി ബെഹന്നാൻ മത്സരിക്കുന്ന മണ്ഡലമാണ്. ബെന്നി ബെഹന്നാൻ എന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വളരെ വിശ്വസ്തനായ വ്യക്തിയാണ്. എ ഗ്രൂപ്പിനുള്ളിൽ സജീവമായി നിൽക്കുന്ന രണ്ട് ചേരികളാണ് ബെന്നി ബെഹന്നാൻ്റെയും ഒപ്പം PT തോമസിൻ്റെയും. ബെന്നി ബെഹന്നാൻ ആരോപണ വിധേയനായതിനാൽ മാറി നിൽക്കണമെന്നൊരു അഭിപ്രായം സുധീരൻ ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. പകരം ആ സീറ്റിൽ ഉമ്മൻചാണ്ടിയുടെ തന്നെ വിശ്വസ്തനായ PT തോമസിനെ മത്സരിപ്പിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഉമ്മൻചാണ്ടി അവിടെ ഒരു ധർമ്മസങ്കടത്തിലാകുമെന്ന് സുധീരൻ അറിയാം. PT തോമസിനെ മത്സരിക്കേണ്ടതില്ല എന്ന് ഉമ്മൻചാണ്ടിക്ക് പരസ്യമായി പറയാനുമാവില്ല. എന്നാൽ ബെന്നി ബെഹനാന് സീറ്റ് നൽകരുത് എന്ന് പറയാനുമാവില്ല. പകരം ചാലക്കുടിയിൽ PT തോമസ് മത്സരിക്കട്ടെ എന്ന് പറയുമ്പോൾ ചാലക്കുടിയിലേക്ക് NSU പ്രസിഡന്റായ റോജി ജോണിൻ്റെ പേര് തന്ത്രപൂർവ്വം സുധീരൻ ഉയർത്തുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ തന്ത്രപൂർവ്വം സുധീരൻ ഗ്രൂപ്പിനെ പിളർത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന് വ്യക്തമായ സൂചന ഗ്രൂപ്പുകൾക്ക് ലഭിച്ചതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ പരാതിയുമായി സുധീരനെതിരെ രംഗത്ത് വരാൻ AI ഗ്രൂപ്പുകൾ തീരുമാനിച്ചിരിക്കുന്നത്. A ഗ്രൂപ്പും I ഗ്രൂപ്പും പ്രത്യേകമായിട്ടാണ് പരാതി അയച്ചിരിക്കുന്നത്. കാരണം I ഗ്രൂപ്പിൻ്റെ അസംതൃപ്തി പൂർണ്ണമായും ഈ കാര്യത്തിൽ സുധീരൻ സ്ഥാനാർത്ഥി പട്ടിക വിഴുങ്ങിക്കളയുമോ എന്ന ഭയമാണ്. ഈ ഭയം കൊണ്ടാവാം ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത വിധത്തിൽ കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റി വിപുലപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ പാർലമെൻ്ററി പാർട്ടി ലീഡറും പ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റുമാണ് സാധാരണഗതിയിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളാവാറുള്ളത്. എല്ലാ സംസ്ഥാനത്തും പതിവ്
പതിവെങ്കിൽ കേരളത്തിൽ മാത്രം അത് ഇന്നലെ AICC അത് വിപുലപ്പെടുത്തിയിരിക്കുന്നു. കാരണം രമേശ് ചെന്നിത്തലയും കൊടിക്കുന്നിൽ സുരേഷും ആര്യാടൻ മുഹമ്മദും കെ മുരളീധരനും കൂടെ പട്ടികയിൽ വരുമ്പോൾ തീർച്ചയായും ഈ തർക്കം സ്ക്രീനിംഗ് കമ്മിറ്റിയിലും ഇതിനൊരു അന്തിമ ധാരണ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തിപ്പെടുക എന്നത് ഉറപ്പായി കഴിഞ്ഞു. ആ സാഹചര്യം എല്ലാം വെച്ചുകൊണ്ടാണ് സുധീറിനെതിരെ പരാതിയുമായി ഇവർ രംഗത്ത് വരുന്നത്. ആരോപണ വിധേയനായ കെ ബാബുവിനും അടൂർ പ്രകാശിനും സീറ്റ് നിഷേധിക്കണം, പ്രത്യേകിച്ച് ബെന്നി ബെഹന്നാനും സീറ്റ് നിഷേധിക്കണമെന്ന് VM സുധീറിന് ആഗ്രഹമുണ്ട്. അതോടൊപ്പം 4 തവണയിലേറെ മത്സരിച്ച MLA-മാരായ ആളുകൾ മാറി നിൽക്കണമെന്ന ഒരു ചിന്ത സുധീരൻ പങ്കുവെക്കുകയും ചെയ്യുന്നു. അത് KC ജോസഫിനെ ലക്ഷ്യമിട്ടാണ്. എന്തായാലും A ഗ്രൂപ്പിനെ പരിപൂർണമായി ലക്ഷ്യമിട്ടുകൊണ്ട് സുധീരൻ നടക്കുന്ന ഈ നീക്കത്തിനെതിരെ സുധീറിനെതിരെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും പരാതി ഹൈക്കമാൻഡിനെ എത്തിക്കുക എന്നതാണ് A ഗ്രൂപ്പ് ഇതിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശവും. എന്തായാലും വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാകും. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ ഒരിക്കലും സുഗമമായൊരു പ്രോസസ് ആവില്ല എന്ന് എല്ലാ സൂചനകളും ഇതിനോടകം ലഭ്യമായി കഴിയുകയും ചെയ്തിരിക്കുന്നു. അജിംഷ, കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ പ്രകാശ് എസ്റ്റേറ്റിൽ നിന്നും ഭൂമി വാങ്ങി വഞ്ചിതരായ 200-ലേറെ കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാരും വഞ്ചിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മണ്ഡലക്കാരനായ തോട്ടമുടമ പ്ലാന്റേഷൻ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഭൂമി വിൽപ്പന നടത്തി കർഷകരെ വഞ്ചിച്ചു. ഇവർക്ക് ഭൂമി ലഭിക്കുന്നതിനുള്ള നികുതി അടയ്ക്കാനുള്ള അവകാശം പുനഃസ്ഥാപിച്ച് സർക്കാർ ഉത്തരവായെങ്കിലും കർഷകർക്ക് രസീതിന് പോലും വിലയില്ലാത്ത അവസ്ഥ. എസ്റ്റേറ്റ് ഉടമയെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വീകരിച്ചിരിക്കുന്നതെന്നും വഞ്ചിതരായ കർഷകർ തന്നെ ആരോപിക്കും. കേരള ഭൂപരിഷ്കരണ നിയമങ്ങളുടെയും പ്ലാന്റേഷൻ ആക്ടിന്റെയും ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കോട്ടയം ആസ്ഥാനമായുള്ള പ്രകാശ് പ്ലാന്റേഷൻസ് ഉടമസ്ഥതയിലുള്ള കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ റബ്ബർ തോട്ടം തുണ്ടുകളാക്കി 205ഓളം കുടുംബങ്ങൾക്ക് വിറ്റതിനെ തുടർന്നാണ് പ്രതിസന്ധിക്ക് തുടക്കം. ഇങ്ങനെ ഭൂമി വിറ്റതിനെതിരെ ബളാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകിയ പരാതിയെ തുടർന്ന് ഭൂമി വാങ്ങിയ 205 കുടുംബങ്ങളുടെ ഭൂനികുതി സ്വീകരിക്കുന്നത് കാസർഗോഡ് ജില്ലാ കലക്ടർ തടയുകയായിരുന്നു. പ്ലാന്റേഷൻ നിയമങ്ങൾ സംബന്ധിച്ച് അറിവില്ലാത്ത സാധാരണക്കാരായ കർഷക കുടുംബങ്ങളാണ് ഇതോടെ വഞ്ചിതരായത്. ഇവരുടെ ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനോ ബാങ്കുകളിൽ നിന്ന് വായ്പ വാങ്ങുന്നതിനോ സാധിക്കാതെയായി. പ്രശ്നപരിഹാരം എന്ന നിലയിൽ വ്യവസ്ഥയോടുകൂടി നികുതി അടയ്ക്കാൻ സർക്കാർ ഉത്തരവിട്ടുവെങ്കിലും ഈ നികുതി റെസിപ്റ്റ് കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് ചതിയിൽപ്പെട്ട കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. നികുതി അടച്ച് സർക്കാരിലേക്ക് കുറച്ച് പണം കിട്ടി എന്നുള്ളതല്ലാതെ നികുതി റെസിപ്റ്റ് കൊണ്ടുള്ള യാതൊരു ഉപകാരവും നടക്കില്ല. നിലവിലുള്ള ലോൺ പുതുക്കാനോ പുതിയ ലോൺ ലഭിക്കാനോ ഞങ്ങൾക്ക് ഈ നികുതി റെസിപ്റ്റ് ഞങ്ങൾക്ക് ഉപയോഗിക്കില്ല. ജില്ലാ കളക്ടർ ഇത് പറയുന്നത് പ്ലാന്റേഷൻ തരം മാറ്റിയതിന് ഒരു കാരണവശാലും പൊസിഷൻ തരാനാകില്ല എന്നും. പ്രകാശ് പ്ലാന്റേഷൻസിന് പട്ടയം ലഭിച്ച 275 ഏക്കർ ഭൂമിയിൽ നിന്ന് 236 ഏക്കർ ഭൂമി വിറ്റു എന്നാണ് മാനേജ്മെന്റിന്റെ അവകാശവാദം. എന്നാൽ 256.84 ഏക്കർ ഭൂമി വിറ്റതായാണ് ജില്ലാ കലക്ടറുടെ റിപ്പോർട്ട്. ഇപ്പോൾ അവിടെ അവശേഷിക്കുന്ന 41 ഏക്കർ ഭൂമി പ്രകാശ് പ്ലാന്റേഷൻസിന് പട്ടയം ലഭ്യമാക്കുന്നതിന് അനുകൂല നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായി കർഷകർ ആരോപിക്കുന്നു. 41 ഏക്കർ റവന്യൂ ഭൂമി പ്രകാശ് പ്ലാന്റേഷന്റെ മാനേജ്മെന്റിന് തന്നെ അനുകൂലമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്ലാന്റേഷൻ മുറിച്ചു വിറ്റതിന്റെ പേരിൽ അവർക്ക് 1 സെന്റ് സ്ഥലത്തിന് പോലും അവകാശമില്ലെന്നാണ് ഞങ്ങൾ വാദിച്ചിരിക്കുന്നത്. ഭൂമി വാങ്ങി വഞ്ചിതരായ കർഷക കുടുംബങ്ങളെ സംരക്ഷിക്കുവാൻ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇപ്പോൾ ഈ വാർത്ത പുറത്തെത്തിച്ച ഞങ്ങളുടെ പ്രതിനിധി സണ്ണി ജോസഫ് തന്നെ ചേരുകയാണ് വിശദാംശങ്ങളുമായി. സണ്ണി, അതായത് കർഷകരെ പ്ലാന്റേഷൻ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഭൂമി മുറിച്ചു വിൽക്കുന്നു. ഒടുവിൽ ആ കർഷകരെ തന്നെ സർക്കാരും വഞ്ചിക്കുന്നു. ഇതാണ് ഏറ്റവും പുതിയ സംഭവമായി ഉയരുന്നത്. സണ്ണി, ഈ പ്രശ്നം വളരെ ഗൗരവമായ ഒരു വിഷയം. നമ്മൾ മുമ്പ് ഇതുപോലെ തന്നെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണിത്. ഈ പ്രശ്നത്തിൽ 205 കർഷക കുടുംബങ്ങളാണ് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് താലൂക്കിൽ വെള്ളരിക്കുണ്ട് പ്രദേശത്തുള്ള പ്രകാശ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നാട്ടുകാരനായ ഉടമ. അദ്ദേഹത്തിൽ നിന്നും ഭൂമി വാങ്ങിയവർ 30 വർഷത്തിലധികം 30 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി വാങ്ങിയവരാണ് അതിലേറെയും. പിന്നീട് പല തലമുറകളായി മാറിയവരുണ്ട്. അതുപോലെ ഭൂമി മറ്റുള്ളവരെ വാങ്ങിയവരുണ്ട്. ഇവർക്ക് 2-3 വർഷമായിട്ട് നികുതി അടയ്ക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കലക്ടർ നികുതി വാങ്ങുന്നത് ഒരു ഉത്തരവിലൂടെ നിർത്തിവെക്കുകയായിരുന്നു. കാരണം പ്ലാന്റേഷൻ ആക്ടിന് വിരുദ്ധമായി പ്രകാശ് എസ്റ്റേറ്റ് ഉടമ ഭൂമി തുണ്ടുതുണ്ടായി വിറ്റതിനെ തുടർന്നാണ്. അങ്ങനെ വിൽക്കാൻ അവകാശമില്ല. അവർക്ക് മിച്ചഭൂമിയുടെ സംരക്ഷണത്തിൽ നിന്ന് മിച്ചഭൂമി ഏറ്റെടുക്കുന്നതിന് സംരക്ഷണത്തിൽ നിന്നാണ് പ്ലാന്റേഷൻ ആക്ട് അനുസരിച്ച് പ്ലാന്റേഷൻ ആക്ട് അനുവദിച്ചത്. അങ്ങനെയുള്ള ഭൂമി റബ്ബർ തോട്ടമായി നിലനിർത്തേണ്ടതായിരുന്നു. അതിനു പകരം അവർ 100-200ഓളം ആളുകൾക്ക് ചില്ലറയായിട്ട് അല്ലെങ്കിൽ തുണ്ടുതുണ്ടായി വിൽക്കുകയാണ് ഉണ്ടായത്.
ഇത് പ്ലാന്റേഷൻ ആക്ടിന് വിരുദ്ധമാണ്. ഇതേ തുടർന്നാണ് ജില്ലാ കലക്ടർ ആ ഭൂമി കൈമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ പോക്കുവരവ് റദ്ദ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നികുതി അടയ്ക്കുന്നതിനുള്ള അവകാശം നിഷേധിച്ചു. ഇതിനെതിരെ കർഷകർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അപ്പോൾ അദ്ദേഹം നൽകിയ വാഗ്ദാനം, നിങ്ങൾക്ക് നികുതി അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി തരാമെന്ന് അദ്ദേഹം വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസ് ഉദ്ഘാടന സമയത്ത് വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ അതേ സമയം തന്നെ 41 ഏക്കറോളം സ്ഥലം ഇവിടെ മിച്ചഭൂമിയായി ശേഷിക്കുന്നുണ്ട് പ്ലാന്റേഷന്റെ പ്രകാശ് പ്ലാന്റേഷന്റെ ഭാഗമായി. ഈ ഭൂമിക്ക് പട്ടയം കൊടുക്കാനുള്ള സൗകര്യം കർഷകർ അനുവദിക്കുകയാണെങ്കിൽ സണ്ണി ദയവായി തുടരുക. ഇപ്പോൾ ഇതിന്റെ ആക്ഷൻ കമ്മിറ്റി പ്രതിനിധി കൂടിയായ സണ്ണി ബേബി പനക്കാത്തോട്ടം കൂടി ചേരുകയാണ്. ശ്രീ ബേബി, അതായത് ഈ ഇത്തരത്തിലൊരു കാപട്യത്തിന് മുന്നിൽ വഞ്ചിതമായി നിങ്ങൾ കർഷകർ, ഒടുവിൽ സർക്കാർ, സഹായിക്കേണ്ട സർക്കാരും നിങ്ങളെ ചതിക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ ആരോപണം. അതെ ശ്രീ ബേബി. ഹലോ, ഞങ്ങള് 205 കുടുംബങ്ങളുടെ സ്ഥലം വാങ്ങി വഞ്ചിതരായിട്ട് 3 വർഷം കഴിഞ്ഞു. ഞങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഇതുവരെ നികുതി അടച്ചു എന്നുള്ളതല്ലാതെ ആ നികുതി രസീതുകൊണ്ട് യാതൊരു കാര്യങ്ങളും ഞങ്ങൾക്ക് ഇപ്പൊ നടക്കുന്നില്ല. അതായത് നിങ്ങൾക്ക് പ്ലാന്റേഷൻ നിയമങ്ങൾക്ക് വിരുദ്ധമായി, ഭൂപരിഷ്കരണം നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് നിങ്ങൾക്ക് അദ്ദേഹം ഭൂമി വിറ്റത്. അദ്ദേഹം നിങ്ങളെ ചതിച്ചു. മുഖ്യമന്ത്രിയുടെ നാട്ടുകാരൻ എന്ന് പറയുന്ന CG ജോർജ് എന്ന പുതുപ്പള്ളിക്കാരനായ ശ്രീ മാണിദാസ് എന്നയാളാണ് ഞങ്ങൾക്ക് പ്രകാശ് പ്ലാന്റേഷൻ സ്ഥലം മുറിച്ച് വിറ്റ് തന്നത്. ആ സമയത്ത് സർക്കാർ സംവിധാനങ്ങളായ രജിസ്റ്റർ ഓഫീസ് രജിസ്റ്റർ ചെയ്ത് തരികയും വില്ലേജ് ഓഫീസിൽ നിന്ന് പോക്കുവരവ് ചെയ്യുകയും ഞങ്ങൾക്ക് അത് നികുതി അടയ്ക്കാൻ, ഞങ്ങളുടെ സ്ഥലത്തും നികുതി സ്വീകരിക്കുകയും ചെയ്തു. ഏകദേശം 35 വർഷക്കാലമായി ഞങ്ങൾ നികുതി അടച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണിത്. ഇപ്പോൾ ശ്രീ ബേബി നമുക്ക് കാര്യത്തിലേക്ക് എത്തിയാൽ, അതായത് ഇപ്പോൾ ആ നികുതി വീണ്ടും പുനഃസ്ഥാപിക്കണം, ആ നികുതി വീണ്ടും ഒടുക്കാനാകണം എന്ന ആവശ്യമാണ് നിങ്ങൾ ഉയർത്തുന്നത്. എങ്ങനെയാണ് നികുതിയുമായി ബന്ധപ്പെട്ട അടവിന് തടസ്സം വരുത്തുന്ന ഇടപെടലുകൾ ഏത് കേന്ദ്രത്തിൽ നിന്നാണ് ഉണ്ടായത്? ബളാൽ മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസ് പ്രസിഡന്റ് തങ്കച്ചൻ തോമസ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തോട്ടഭൂമി തുണ്ടുതുണ്ടമായി മുറിച്ചു വയ്ക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഭൂനികുതി സ്വീകരിക്കുന്നത് നിർത്തിവെച്ചത്. അങ്ങനെയാണ് നിങ്ങൾ സർക്കാരിനെ സമീപിക്കുന്നത്. മുഖ്യമന്ത്രി നിങ്ങൾക്ക് തന്ന വാക്കെന്ത്? നിരവധി പരാതികൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഭൂനികുതി സ്വീകരിക്കാനായിട്ട് ഉത്തരവിട്ടു. പക്ഷെ ആ ഉത്തരവ് പ്രകാരം ഭൂനികുതി സ്വീകരിക്കുമ്പോൾ ഭൂനികുതി റെസീറ്റില് സർക്കാരിന്റെ ഉത്തരവ് നമ്പരും കളക്ടറുടെ ഉത്തരവ് നമ്പരും അതിൽ എഴുതി ചേർക്കുന്നുണ്ട്. അതിന് പ്രകാരം താൽക്കാലികമായി ഭൂനികുതി സ്വീകരിക്കാനാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ റെസീറ്റ് കൊണ്ട് ഞങ്ങൾക്ക് എവിടെ പോയിട്ട് ഒരു കാര്യമില്ല. വെറുതെ സർക്കാരിലേക്ക് പണം കിട്ടി എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് ഈ റെസീറ്റ് കൊണ്ട് ഒരു ഉപകാരവും കിട്ടുന്നില്ല. ഇല്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അടുത്ത പരിപാടി എന്താണ്? ഞങ്ങളുടെ അടുത്ത പരിപാടി ശക്തമായ സമരപരിപാടികൾ വീണ്ടും ആവിഷ്കരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തൊക്കെ സമരപരിപാടികൾ? ഞങ്ങൾ വീണ്ടും താലൂക്ക് ഓഫീസ് വിരോധിക്കും. ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് പുനഃസ്ഥാപിച്ച് കിട്ടിയേ മതിയാവൂ. ഈ 250 കർഷകരും ചേർന്നുകൊണ്ടുള്ള ഒരു സമര പരിപാടിയായിരിക്കും താലൂക്ക് ഓഫീസ് കേന്ദ്രങ്ങളിലടക്കം നിങ്ങൾ നടത്താൻ പോകുന്നത്. അതെ, 205 കുടുംബങ്ങൾ ഇതിന്റെ പിന്നിൽ ഒറ്റക്കെട്ടായിട്ട് തന്നെ അണിചേരും. അങ്ങനെ ആ സമരവുമായി ബന്ധപ്പെട്ട് പോകുന്നതിന് മുമ്പ് അധികൃതരോട്, മുഖ്യമന്ത്രിയോട് ഒക്കെ നിങ്ങൾ വിധേയമായ ചതിയെക്കുറിച്ചും ആ ചതിക്കുള്ള പരിഹാരത്തിനായി സർക്കാർ നൽകിയ വാഗ്ദാനം ലംഘിച്ചുകൊണ്ട് അങ്ങനെയും വഞ്ചന ഞങ്ങൾ കേൾക്കേണ്ടി വന്നു, ഇനി ഞങ്ങൾ സമരപരിപാടിയിലേക്ക് പോവുകയാണെന്ന് അധികൃതരെ അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിപ്പോ ഇലക്ഷന്റെ സമയമായില്ലേ. ഇനിയിപ്പോ ഇലക്ഷൻ കഴിയാതെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായില്ലേ. ഞങ്ങളുടെ അടുത്ത വരുന്നിടം വരെ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു. അല്ലാണ്ട് ഇപ്പൊ നിയമ ഭേദഗതി ചെയ്യാനോ മറ്റോ ഇപ്പോഴത്തെ സർക്കാരിനെ കൊണ്ടാകില്ല. പക്ഷെ 3 വർഷം അവർക്കുണ്ടായിരുന്നു. 3 വർഷം അവർക്കുണ്ട്. ഇതിന് ഭൂമി പ്രകാശന പ്രശ്നം പരിഹരിക്കാമായിരുന്നു. 3 വർഷമായിട്ട് ഞങ്ങൾ നിരന്തരം അവരെ നേതൃത്വമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന തിരുവനന്തപുരത്ത് മന്ത്രിമാരെല്ലാം നേരിട്ട് കാണുകയും അവരുടെ ഓഫീസുകളും വീടുകളിലും പോയി അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷെ യാതൊരു നടപടിയും പാർട്ടിയുടെ ഭാഗത്ത് നമുക്കുണ്ടായിട്ടില്ല. ശ്രീ ബേബി, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഇവിടെ കർഷകൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിലുള്ള 505 കർഷകർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഭൂമി തട്ടിപ്പിന് വിധേയമായതുകൊണ്ട് ഈ 205 കർഷക കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെ, അതുകൂടി പങ്കുവെക്കൂ. ഞങ്ങളുടെ സമയത്തുള്ള ഞങ്ങളുടെ കാർഷിക വായ്പ 4% പലിശക്കെടുത്ത വായ്പയ്ക്ക് ഇപ്പം 14% പലിശയായി. എല്ലാവരുടെയും സ്ഥലം ഇപ്പം ബാങ്കുകാർ ജപ്തി ചെയ്യാനായിട്ട് വീടുകളിൽ നീതി അടച്ചതോടെ ബാങ്കുകാർ വീടുകളിൽ എത്തിക്കഴിഞ്ഞു ജപ്തി ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പെൺമക്കളുടെ വിവാഹം കഴിക്കാണ്ട് കല്യാണം ഉറപ്പിച്ചു വെച്ച 2-3 ഇടപാടുകൾ ഉണ്ടായിരുന്നു. ആ കല്യാണം ഒന്നും നടക്കാതെ പോയിട്ട് അവരൊക്കെ ആത്മഹത്യയുടെ വക്കിലാണ് കുടുംബങ്ങളൊക്കെ ഉള്ളത്.
ഒപ്പം തന്നെ ഇതുകൊണ്ട് രോഗം വന്നിട്ട് 10 സെന്റ് സ്ഥലം വെച്ച് ചികിത്സിക്കാൻ കഴിയാത്ത അവസ്ഥയുള്ള വീട്ടുകാരുണ്ട് ഇവിടെ. എല്ലാ തരത്തിലും സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നതും സാമ്പത്തികമായും മാനസികമായും തകർന്നു നിൽക്കുന്ന ഒരു പറ്റം കുടുംബങ്ങളാണ് ഈ പ്രകാശിലുള്ള 205 കുടുംബങ്ങളും. അത്തരത്തിലുള്ള നിങ്ങളുടെ ദുരിതങ്ങൾ കൂടി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ എല്ലാം മുഖ്യമന്ത്രിക്കും ബാക്കി മന്ത്രിമാർക്കും KPCC പ്രസിഡന്റിനും എല്ലാം ഞങ്ങൾ കത്ത് മുഖേന അറിയിച്ചിട്ടുണ്ട്. ഇനി സമരപരിപാടികളുമായി മുമ്പോട്ട് പോകാനാണ് തീരുമാനം? ഇനിയും സമരപരിപാടികൾ ആരംഭിക്കാനാണ് തീരുമാനം. എന്തൊക്കെയാണ് സമരപരിപാടികളെന്ന് പറഞ്ഞില്ല. സമര പരിപാടികൾ ഞങ്ങൾ അടുത്തതായിട്ട് വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിന് മുമ്പിൽ തന്നെ ഉപരോധ സമരം തന്നെയാണ് ആരംഭിക്കുന്നത്. കാരണം ഞങ്ങളുടെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കി തരേണ്ടത് ഗവൺമെന്റ് സംവിധാനമാണ്. കാരണം ഈ സ്ഥലം അന്ന് രജിസ്റ്റർ ചെയ്ത് തന്നില്ലെങ്കിൽ ഞങ്ങൾ ആരും വാങ്ങിക്കില്ല. വില്ലേജായിട്ട് പോക്കുവരി ചെയ്ത് തരുന്നത് തടയുന്നതായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ലായിരുന്നു. അന്ന് സർക്കാർ സംവിധാനങ്ങൾ ഇവർക്ക് പ്രകാശുകാർക്ക് കൂട്ടു നിന്നിട്ട് ഇന്നിപ്പോ ഞങ്ങൾ രാഷ്ട്രമാക്കി ഇറക്കിവിടെ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് സർക്കാരിനെതിരെ തന്നെ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ ഞങ്ങൾ സമരം തുടങ്ങാനാണ്. നിങ്ങളുടെ കടം എഴുതി തള്ളണമെന്നാണോ അതോ പോക്കുവരവ് ചെയ്ത് അല്ലെങ്കിൽ ഈ കരമൊടുക്കാനുള്ള അവകാശം ലഭിക്കണം, ഇതാണോ നിങ്ങളുടെ ആവശ്യം? ഞങ്ങൾക്ക് പൊസിഷൻ ഇനിയിപ്പം നികുതി അടച്ചു പൊസിഷൻ സർട്ടിഫിക്കറ്റ് തരണം, ക്രയ അവകാശം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നേ പറ്റൂ. ശരി.